കഴിഞ്ഞത് 110 സീറ്റിലേക്ക് ഉയർന്നത്. കഴിഞ്ഞ തവണത്തെ ചിത്രവും ഇത്തവണത്തെ ചിത്രവുമായി ഒരു തരത്തിലും ബന്ധമില്ലാത്ത രീതിയിൽ രണ്ട് പാർട്ടികളുടെ കൂടി കണക്കെടുത്തു കഴിഞ്ഞാൽ ഏകദേശം 41 സീറ്റുകളുടെ പിന്നോക്കാവസ്ഥയാണ്. 41 സീറ്റുകൾ നഷ്ടമായിരിക്കുന്നു. ഈ ഒറ്റ മേഖലയിൽ മാത്രം 41 സീറ്റുകളാണ് ഇന്ത്യ സഖ്യത്തിന് നഷ്ടമായിരിക്കുന്നത്. ഇന്ത്യ സഖ്യം ഏറെ പിന്നിൽ പോയിരിക്കുന്നു അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ എന്ന് വേണം കരുതാൻ. പക്ഷേ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്ന എനിക്ക് തോന്നുന്നു മറ്റ് മേഖലകളിലൊക്കെ കഴിഞ്ഞ തവണ പിന്നിൽ പോയ മറ്റ് മേഖലകളിൽ ആ തരത്തിലേക്ക് ഇത്തവണ പിന്നിൽ പോയിട്ടുള്ള നമുക്ക് സീമാഞ്ചൽ മേഖല ഒന്ന് പരിശോധിക്കാം. സീമാഞ്ചൽ മേഖലയിൽ മുസ്ലിം വോട്ട് ബാങ്ക് ഒക്കെ നിർണായകമായ AIM ഒക്കെ മത്സരിക്കുന്ന മേഖലയാണ്. അവിടെ ഇത്തവണത്തെ ചിത്രം ഇങ്ങനെയാണ്. ഇന്ത്യ സഖ്യത്തിന് 25 സീറ്റുകൾ, അതിൽ ഇന്ത്യ സഖ്യത്തിന് RJDക്ക് 19 സീറ്റുകളും CPI-ML 4 സീറ്റുകളിലും മുന്നേറുന്നുണ്ട്. അത് സ്വാഭാവികമായും അവിടെ ഒരു കനത്ത തിരിച്ചടി അവർക്ക് ഇന്ത്യ സഖ്യത്തിന് ഉണ്ടായിട്ടില്ല എന്ന് വേണം കരുതാൻ. അവിടെ NDAക്ക് 13ഉം ഇന്ത്യ സഖ്യത്തിന് 11ഉം ഉണ്ട്. കഴിഞ്ഞ തവണത്തെ ചിത്രം ഇങ്ങനെയാണ്. ഈ മേഖലയിൽ കഴിഞ്ഞ തവണത്തെ ചിത്രത്തെക്കാൾ മെച്ചപ്പെട്ട പ്രകടനം സീമാഞ്ചൽ മേഖലയിൽ എന്തായാലും ഉണ്ടായിട്ടുണ്ട്. AIMന് വലിയ തോതിൽ വോട്ട് കട്ടറാവാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വേണം കരുതാൻ. കഴിഞ്ഞ 2020 ചിത്രം ഇങ്ങനെയാണ്. 2020 105 എന്നുള്ളത് വലിയ കണക്കാണ്. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ എണ്ണൽ തുടങ്ങിക്കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ശേഷം വന്ന കണക്കുകൾ കൂടി ചേർത്താണ് 105 സീറ്റുകൾ ലീഡ് ചെയ്യുകയാണ് NDA. വലിയ ലീഡിലേക്ക് NDA പോകുന്നു. അതിൽ തന്നെ BJPയും JDUവും ഏതാണ്ട്